ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോട്ടെ. ഇത് തന്നെ വിശ്വസം, ഇത് തന്നെ ആയിരിക്കണം 2024 നമുക്കുടെ അനുഗ്രഹത്തിൻ്റെ പെരുമഴയാകട്ടെ നമ്മുടെ ഭവനങ്ങളിൽ. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. ഞാൻ ഒത്തിരി ദിവസമായി പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഇനിയും അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെയല്ല, ദീർഘക്ഷമയോടുകൂടി ഇരിക്കാനൊക്കെ അല്ലേ പറഞ്ഞേക്കണേ. എൻ്റെ യേശപ്പ, ഞാനൊരു വീടിനെ ദൂരം പ്രാർത്ഥിച്ച് യേശപ്പരാൻ തന്നപ്പോഴുണ്ടല്ലോ, ഏതൻ തോട്ടം കാനാൻ ദേശത്തായിട്ട് കൊണ്ടുപോലെ ഏതൻ തോട്ടത്തിൽ ഒരു കൊട്ടാരം തന്നു. നിങ്ങൾക്കും അതുപോലെ തരാൻ വേണ്ടി ഇങ്ങനെ അതുപോലെ എല്ലാ കാര്യവും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ താമസം വന്നാൽ സങ്കടപ്പെടണ്ട. ഏറ്റവും അനുഗ്രഹമുള്ളത് തരാനായിരിക്കും കേട്ടോ. കല്യാണമൊക്കെ ആയാലും അങ്ങനെയായിരിക്കും. വൈകി വരുന്ന വസന്തം അതുപോലെ വിഷമിക്കാണ്ടിരിക്കണേ. 2024 എല്ലാ അനുഗ്രഹവും കിട്ടട്ടെ. സങ്കീർത്തനം 32:8 പറയും, ഞാൻ നിന്നെ, ദൈവം പറയുന്നത് നമ്മളോട്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആമേൻ. എൻ്റെ പിതാവേ, അങ്ങനെ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെടേണ്ട വരുമോ? അപ്പോൾ നമ്മൾ യേശുപ്പനോട് പറ്റിച്ചേർന്നിരിക്കുക. അപ്പോൾ ആലോചനയൊക്കെ കേട്ട് വഴി നടന്നാൽ മതി. നമ്മുടെ വഴി നടക്കുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളൊക്കെ വന്നെ. ദൈവത്തിൻ്റെ വഴിയാകി ഒരു കുഴപ്പവുമില്ല. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യം നടത്തിയിട്ട് നമ്മൾക്ക് പെടാം, നമ്മുടെ മക്കൾക്കും പെടാം. ഇതെപ്പോഴും വചനങ്ങളൊക്കെ അത് ഹൃദയത്തിൽ തന്നെ പതിയട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എന്നാണെന്നറിയാമോ? സാരിയുടെ. ആദ്യം ഇപ്പോഴത്തെ ബനാറസ് സിൽക്കിൻ്റെ സാരി ആകട്ടെ. കോൺട്രാസ്റ്റാണ് ബനാറസിൻ്റെ. നമ്മൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇതല്ല കാണിച്ച വേറെ പ്രിൻ്റാണ്, അതെല്ലാം വിറ്റുപോയി. ഇപ്പം എല്ലാവരും ഈ ബനാറസല്ലേ എടുക്കണത്. ഇപ്പോഴത്തെ ചുരിദാറായാലും ബനാറസ് ബുട്ടയുടെ ആയിരിക്കും, സാരി ആയിരിക്കും. ഇനി ഒരു 3-4 വർഷത്തേക്ക് ഇതായിരിക്കും, കുറേ കാലത്തേക്ക്. ഇപ്പോൾ ഇനി എങ്ങനെയാണ് ഫാഷൻ വന്നവർ 2-4 വർഷമൊക്കെ പിടിച്ചേക്കുമല്ലോ. പ്ലെയിൻ ബ്ലൗസ് കൈ പിടിച്ചോണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കണം. ഇതാട്ടോ ബ്ലൗസ്. വലിയ വിലയില്ല, 2490. ഭയങ്കര സോഫ്റ്റാണ്. കുറേ നാൾ സാരി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെട്ടി ചുരിദാറൊക്കെ അടിക്കാൻ, സ്കേർട്ട്, ഇത് കാഫ് സാരി ഒക്കെ ആക്കാം. അടിപൊളി സാരി വെട്ടേണ്ട ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ വട്ടം കറങ്ങി കുറേ കാലം കഴിയുമ്പം പിന്നെയും കറങ്ങി വരും. ഇവിടെ നമ്മുടെ ഉഷാജി പണ്ടത്തെ 20 വർഷം മുമ്പുള്ള സാരി കൊടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. പണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ ഇങ്ങനെയായിരുന്നു, മഞ്ഞയും മെറൂണും മുന്തിരി കളർ കൂടിയ മെറൂൺ. ഇതാട്ടോ ബ്ലൗസ് പീസ്. $2490 ഉള്ളൂ. നല്ലതാണ്. നല്ല ബിന്നി സിൽക്ക് കൊടുക്കണ പോലെ ഒതുങ്ങിയിരിക്കും. ക്രേപ്പാണ്, വണ്ണം തോന്നിക്കില്ല. ഇങ്ങനെയൊക്കെ കൈ പിടിച്ചാൽ വയറുണ്ടെങ്കിലും അറിയില്ല. മൊത്തത്തിൽ നല്ലതാണ്. 2490 ഉള്ളൂ. അടിപൊളി സംഭവമാണ്, അടിപൊളി സംഭവം. കോഫി ബ്രൗൺ വിത്ത് റെഡ് ബ്ലൗസ്. അടിപൊളി സംഭവമാണ്. ബ്ലൗസ് പീസ് ഇത് അടിപൊളി ഗ്രാൻഡ് സംഭവം, നല്ല സൂപ്പർ ഹിറ്റ്. ഇപ്പം ഈ ഫങ്ഷൻ വെയർ സംഭവമല്ലേ, അപ്പോൾ അത് കാരണം ബാംബൂ സിൽക്കിൽ ഫുള്ളുള്ള എംബ്രോയ്ഡറി ആട്ടോ. സെൽഫ് എംബ്രോയ്ഡറി. ഇതേ കണ്ടോ, ഇത് എംബ്രോയ്ഡറി, ആ പ്രിൻ്റൊന്നുമല്ല. ഇത് എംബ്രോയ്ഡറി അടിച്ചേക്കണേ ഫുള്ള്. എന്നാൽ കനവും വലിയ കാര്യമായിട്ടില്ല കേട്ടോ. ബാംബൂ സിൽക്കാണ് വിത്ത് പ്ലെയിൻ ബ്ലൗസ് പീസാണെന്ന് തോന്നുന്നു അല്ലേ? ബ്ലൗസിലുണ്ടോ ഇതല്ലേ? ഇതാട്ടോ ബ്ലൗസ് വന്നേക്കണേ. ബ്ലൗസിൻ്റെ ഒരു ചെറിയ സീക്വൻസും അകത്തി കൊടുത്തിട്ടുണ്ട്. ഒരു ഗുംലുക്കും ഒന്ന് മുന്താണിയിലും ഇച്ചിരി ഇതുണ്ട്. 2290 ബാംബൂ സിൽക്കിലാണ്. ബാംബൂ സിൽക്ക് എല്ലാം നല്ല ഫാഷൻ, എല്ലാവർക്കും ഇഷ്ടമാട്ടോ. സ്റ്റഫ് ഒത്തിരി നല്ലതാണ് ബാംബൂ സിൽക്കിൻ്റെ. പിന്നെ ഇത് എംബ്രോയ്ഡറിയാണ്, ഫുള്ള് എംബ്രോയ്ഡറിയാണ്, സെൽഫ് കളറ് എംബ്രോയ്ഡറിയാണ്. നല്ല രസമുണ്ട്. 2290 ഉള്ളൂ. നല്ല സാരികളാണ്. ഒന്നാമത് സാരിയുടെ ഇപ്പോൾ വെറൈറ്റി ഫാഷൻ കിട്ടാനൊക്കെ എന്ത് പാടാണെന്നറിയാവോ? എനിക്ക് നല്ല ഇങ്ങനെ പിന്നെ ദൈവകൃപയാൽ ഇങ്ങനെ
വീഡിയോ ചെയ്യാനുള്ള മുട്ടുണ്ടാകാറില്ല ഞാൻ. കാരണം എപ്പോഴും യേശു എൻ്റെ കർത്താവ് സംഗീതവും കോട്ടയുമായത് കാരണം ഒരു കാലത്ത് എനിക്കൊരു ദോഷം വരില്ല, ഒരു കാലത്ത് എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല, ഒരു കാലത്തൊരു ബാധ എന്നോട് അടുക്കില്ല. ആമീൻ ആമീൻ പറഞ്ഞുകൊണ്ട് നടക്കണം. കാരണം ഒരിക്കലും ഒന്നിനും മുട്ടുണ്ടാകാറില്ല. നിങ്ങളത് പറഞ്ഞുകൊണ്ട് നടന്ന് നിങ്ങൾക്ക് മുട്ടുണ്ടാവില്ല. ഇതാണ് സ്ട്രൈസിൻ്റെ ബ്ലൗസ്. നമ്മൾ നാവി പറയണ തന്നെ സംഭവിക്കും. നല്ല കളർ ചാർട്ടുകളാട്ടോ, നന്നായിട്ട് ഒതുങ്ങും കേട്ടോ. ഈ സാരി മൊത്തമല്ല ഞാനിങ്ങനെ വെച്ചേക്കണേ. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഗോൾഡൻ കളറ് സൂപ്പർ സംഭവം. ഇതിനൊക്കെ ഒരു റെഡിഷ് മെറൂൺ റെഡ് ബ്ലൗസൊക്കെ വർക്കുള്ളതൊക്കെ ഇട്ടാൽ ഈ സാരിക്ക് ഭയങ്കര രസമായിരിക്കും. എല്ലാ സാരിക്കും അല്ല അതിന് ആ കളറിന്. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് തന്നെ തയ്ച്ചാൽ മതി. സൂപ്പർ കളറും ഈ വർക്ക് നല്ല രസമാണ്. ആകെ റേറ്റ് 2290 ഉള്ളൂ. ഭയങ്കര ഒതുങ്ങി കിടക്കും. ഇങ്ങനെ ഒരു ഒത്തിരി ഇങ്ങനെ സോഫ്റ്റ് സിൽക്കിൻ്റെ തിളക്കമൊന്നും ആവശ്യമില്ലാത്തവരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാ. പ്രസൻറ്റ് കൊടുക്കാനും നല്ലതാ. 2290 നല്ല സിൽക്ക് ബാംബൂ സിൽക്ക് കിട്ടും. ബാംബൂ സിൽക്കിൻ്റെ അല്ലാത്ത സാരി തന്നെ 2860 ആദ്യം ഇറങ്ങിയപ്പോൾ. ഇത് എംബ്രോയ്ഡറിയോട് സഹിതം 2290 നല്ല ലാഭമാട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. നല്ല സാധനം, ഇഷ്ടം പോലെ കളേഴ്സും ഉണ്ട് കേട്ടോ. അടിപൊളി കളേഴ്സാണ്. ഇനി ലിനൻ സാരിയുടെ കുറേ കളേഴ്സ്. ഇത് ബ്ലാക്ക് 1299 അല്ല, എല്ലാം പല പല പ്രിൻ്റ്. ലിനൻ സാരിയുടെ കുറേ വേനലല്ലേ വന്നെ, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നല്ലതാണ്, ഉടുത്താലും നല്ല ലിനൻ്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. 1299 ഉള്ളൂ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണോ? ആ പ്ലെയിൻ വന്നിട്ട് ഇങ്ങനെ ബോർഡർ ആട്ടോ. ഇങ്ങനെ നല്ലത്. അത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കൈക്കൊക്കെ ഒരു കൂളിങ്ങാണ്. ഒത്തിരി പേർക്ക് ലിനൻ്റെ സാരി ഉണ്ടല്ലോ, ലിനൻ ക്രേസ് ഒത്തിരി പേർക്കുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഈ പല പല കളേഴ്സ് കാണിക്കണേ. ഇത് കണ്ടോ, കലങ്കാരിയുടെ ഒരു മോച്ചായ അല്ലേ? ബ്ലൗസ് പ്ലെയിൻ. ബ്ലൗസ് പ്ലെയിൻ കലങ്കാരിയുടെ ഒരു മോച്ചായ ഉണ്ട്. സോഫ്റ്റ്, ഉടുത്താലും ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കിടക്കും. പക്ഷെ നല്ലതാണ്. പ്രിൻ്റഡാണ്. നേവി ബ്ലൂ ആട്ടോ, നേവി ബ്ലൂ ആണ് ബ്ലൗസ്. അതേ ബ്ലൗസ് ഇത് ഇങ്ങനെ ഒരു പ്രിൻ്റ്, നല്ല രസമുണ്ട് അല്ലേ? ഇത് കണ്ടോ, സൂപ്പർ സംഭവം, അടിപൊളി പ്രിൻ്റ്. എന്താണ് ഇങ്ങനെ 1299 ഉള്ളൂ. നല്ല സാരിയെ പെട്ടെന്ന് എടുത്തു. ഇത് പ്ലെയിൻ അരി, നല്ല റോയൽ ബ്ലൂ. എല്ലാം വെറൈറ്റി കളേഴ്സ് ആട്ടോ. പ്ലെയിൻ ബ്ലൗസ് പീസാണ്. നല്ല സൂപ്പർ സാരി. എനിക്ക് സാരി ഉടുക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇപ്പം നടക്കാൻ പോലും ശരിക്കും ഭയങ്കര കഷ്ടപ്പാട്. ഉടുക്കാറില്ല. മറ്റേ സ്ഥിരം സാരി ഉടുക്കലായിരുന്നു. സാരി ഉടുത്ത മുടിയൊക്കെ കുളിപ്പിനിൽ ഇങ്ങനെ കെട്ടി ഒരു വലിയ തക്ക ഒരു ഒരു കമ്മലുണ്ടായിരുന്നു. ചിലപ്പോൾ നെക്ലേസ് പോലത്തെ ഇതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കടയും. ഓർക്കുമ്പോൾ ചിരി വരും. ഇപ്പം ആരും അങ്ങനെയൊന്നും അല്ലോ. ഇപ്പം എല്ലാവരും സിമ്പിളായിട്ടല്ല നടക്കണേ. ഞാൻ കല്യാണത്തിന് പോണമല്ലേ ആയിരുന്നു പണ്ട് കടയിൽ വന്നിരിക്കണം. എന്നിട്ട് ആ രൂപം മാറിപ്പോൾ ഈ കോലായിപ്പോൾ ആൾക്കാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പണ്ട് ആ സാരി ഉടുത്ത് മുടി ഇങ്ങനെ കെട്ടി മാലയും കമ്മലിട്ട് എന്തൊരു ഭംഗിയായിരുന്നു. ഇപ്പം എന്നാ വേഷം കാണിച്ചിറക്കണം എന്നും പണ്ട് കണ്ടവർ കുറേ നേരം ചീത്ത പറയും. ഇത് കണ്ടോ, അടിപൊളി മെറൂൺ. ബ്ലാക്കിൻ്റെ വേറെ ഒരു ഡിസൈൻ. 1299 എന്തോരം കളേഴ്സാണ്. ആ നല്ല ഡിസൈനുകൾ. മജന്ത ഇനിയുണ്ടോ? ദൂരം കളറാണ് ഞാൻ ഇതൊക്കെ എനിക്കറിയാൻ പോളത്. അപ്പടിയുടെ കാണിക്കട്ടോ. ആ എല്ലാവരും ഓരോ ഡിസൈന് പല കളറിട്ട് കേട്ടോ. എല്ലാവരുടെ ഒരു ഡിസൈൻ ചോദിക്കാണ്ടിരിക്കാനാണ്. ഇങ്ങനെ ലിനൻ്റെ എല്ലാം ഇങ്ങനെ ഡിഫറെൻറ്റ് വന്നതാ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തതാണ്.
എല്ലാം നല്ല സൂപ്പർ വെറൈറ്റി ആയിട്ട്. ലിനൻ സാരിക്ക് ഇപ്പം നമുക്കിവിടെ ഭയങ്കര ഡിമാൻഡാണ്. ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ പ്രിൻ്റഡ് ആട്ടോ. നല്ല കളറല്ലേ. 1299 ഉള്ളൂ. നമ്മുടെ കലങ്കാരിയുടെ അടുത്ത മോച്ചായ 1299 പ്ലെയിൻ ബ്ലൗസ് പീസ്. അടിപൊളി സാരികളാട്ടോ. ഇങ്ങനെ ഇനിയും നമ്മൾ വേനക്ക് ഇതെല്ലാവരും എന്നായാലും മേടിക്കാണ്ടിരിക്കില്ല. കാരണം അത്ര നമുക്ക് ചൂടിനെ ദൈവം എൻ്റെ ചെടിയൊക്കെ വാടിയിരിക്കണമെന്ന് എനിക്ക് പറ്റൂലായിരുന്നു. അല്ലെങ്കിലും ഞാനല്ല കേട്ടോ വെള്ളം ഒഴിക്കണേ ആളൊക്കെ വന്നില്ല. പനിയാന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പനിയില്ലേ. ഇങ്ങനെ ആശുപത്രിയിലൊക്കെ മാസ്ക് വെച്ച് പോയാൽ മതി കേട്ടോ. എനിക്ക് പനിയില്ല, നീർക്കെട്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു അസുഖത്തിന് സ്ഥിരീകരിച്ചു. നീർക്കെട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും പണ്ട് ചോദിക്കും അത് എന്താ അസുഖം. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അസുഖത്തിന് പേരായി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയുക, എനിക്ക് 10ാം ക്ലാസ് ഗ്രൂപ്പുണ്ട്, ഡിഗ്രി ഗ്രൂപ്പുണ്ട്, അങ്ങനെ പല പല ഗ്രൂപ്പ്. അതിൽ കയറുമ്പോഴാണ് നമുക്ക് ഓരോ പ്രായമാണ്. അപ്പോൾ പറഞ്ഞു ഈ നീർക്കെട്ടെന്ന് പറഞ്ഞ സുനി പറഞ്ഞ അസുഖമായിരുന്നു. അതേ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ആയിരുന്നു. ആൾക്കാർക്ക് ഞാൻ വിശദീകരിച്ചു കൊടുക്കാറുണ്ട് നീർക്കെട്ട് എങ്ങനെയാണെന്നൊക്കെ. പെടലി വെട്ടല എളി വെട്ടലൊക്കെ ഇല്ല. ഉള്ളിൽ നമുക്ക് നീർക്കെട്ട് വന്നതാണ്. നേവി റോയൽ ബ്ലൂ, നേവി ബ്ലൂയുടെ കൂടിയ കളറ്, പ്ലെയിൻ ബ്ലൗസ് പീസ്. ന്യൂ ഇയർ ആഘോഷം വലിയ ആഘോഷം ഉണ്ടോ? ഇതിൻ്റെ കുറേ ഡിസൈൻ ഉണ്ടല്ലോ. പല പല ഡിസൈൻ നോക്കട്ടോ. കാരണം ഈ സാരിയൊക്കെ വെറൈറ്റിയാണ്. സാരിയുടെ ഇന്ന് ഒരു കൊച്ചനോട് പറഞ്ഞു ഇവിടെ വരുമ്പോൾ ഓൺലൈനിൽ അപ്പടി പോവുകയാണ്, കിട്ടണില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോയാലല്ലേ പുതിയ പുതിയ ഫ്രഷ് കാണിക്കാൻ പറ്റുള്ളൂ. ഓൺലൈനിലും കസ്റ്റമർ വന്ന് എടുത്ത് പോകണം. നിങ്ങൾക്ക് വരുമ്പോൾ ഇത് എന്നിട്ട് അവരെ ഞാൻ പുതിയ വീഡിയോ പിടിക്കാനുള്ളത് കൊണ്ടേ കാണിച്ചു. നമുക്ക് ഓൺലൈൻ ചെയ്യുന്നിടത്താണ് ഇപ്പോഴും ഫ്രഷ് ഐറ്റം കിട്ടും. അതും ഏറ്റവും മിതമായ റേറ്റിൽ ഏറ്റവും ഫ്രഷ് കിട്ടണം. നമുക്ക് പുതിയ വന്നു പോകണു പിന്നെയും കയറ്റണം. അപ്പം അങ്ങനെ വരില്ലേ. അപ്പം നമുക്കിങ്ങനെ ഇരുന്ന് പോയാലോ ഒരു 2-3 മാസം മുമ്പുള്ള സ്ക്രീൻഷോട്ടും കൊണ്ട് വരുമ്പോൾ അത് കിട്ടണമെങ്കിൽ അത് വിറ്റ് പോകാത്ത സാധനമായിട്ടല്ലേ അത് കിട്ടണേ. പിന്നെ അല്ലെങ്കിൽ നമ്മളെല്ലാം ഇങ്ങനെ ഒത്തിരി ഡിമാൻഡുള്ളതൊക്കെ റീസ്റ്റോക്ക് വരുത്തി ഞാൻ വീഡിയോ കാണിക്കാറില്ലേ. അല്ലാണ്ട് വിറ്റ് പോകണ്ടേ. പിന്നെ എന്നാലേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. 10.99. നിങ്ങൾ വരുമ്പോൾ ആകലെ എന്നാ വന്നേന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ അടുത്ത വീഡിയോക്കുള്ളത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് നമ്മുടെ ഡിസൈനർ സാരി ആട്ടോ. ഇതൊരു റബ്ബർ പ്രിൻ്റ് പോലെ ഇങ്ങനെ. ഇതിൻ്റെ വേറെ ഒരു പ്രിൻ്റ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇതിന് എപ്പോഴും ഡിമാൻഡുള്ളതാണ്. 1099 രൂപയ്ക്ക് ഇതേ ബ്ലൗസ് ഫുള്ള് വർക്ക്. ഈ ബ്ലൗസൊക്കെ നമുക്ക് പലതിനും ഇടാം കേട്ടോ. ഈ സാരി തന്നെയല്ല ഒരു നമുക്ക് റണ്ണിങ് ഒത്തിരി വന്നില്ലേ. ഈ കളറൊക്കെ ബ്ലൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബ്ലൗസ് പറഞ്ഞാൽ അങ്ങനെ പ്രിൻസസ് കട്ടങ്ങ് തയ്ച്ച് വെച്ചാൽ മതി. അപ്പോൾ പലതിനും ഇടാം. ഇതിൻ്റെ പല കളറും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു കളർ തന്നെ ചോദിച്ചേക്കരുതേ. 1099 ഉള്ളൂ. ഈ ബ്ലൗസിനൊരു മജന്ത സാരി എടുക്കുവാണെങ്കിൽ അതുകൂടെ ഇടാം. ബ്ലൗസ് ഇപ്പം ഒരു ഭാഗ്യമുണ്ട്. ബ്ലൗസ് ഏതെങ്കിലുമൊക്കെ മതി എന്നുള്ള ഇതായില്ലേ. അത് നല്ലതാണ്. കുറേ കഴിയുമ്പോൾ എനിക്ക് വേണം തയ്ച്ച ബ്ലൗസുകൾ ഇങ്ങനെ കുറേ വരും. അപ്പോൾ ബ്ലൗസ് ഒരെണ്ണം എടുത്തിട്ടിട്ട് സാരി അങ്ങനെയൊക്കെ വരും. അടിപൊളി. ഇതിന് ഈ പീച്ച് കളർ സാരി യൂസ് ചെയ്യാം. ബ്ലൗസ് തയ്ച്ചാൽ സാരി കുറച്ച് 2-3 ഫംഗ്ഷന് സാരി കൊടുത്ത് ഫോട്ടോ എടുക്കൽ കഴിയുമ്പോൾ നമുക്കിത് വെട്ടി സ്കേർട്ടോ ഹാഫ് സാരിയോ ഒക്കെ ആക്കാം. കാരണം റണ്ണിങ് മെറ്റീരിയൽ പോലെ ഇങ്ങനെ വർക്കുള്ള മെറ്റീരിയൽ വരുമല്ലേ. നല്ലതേ ഒരു ടിഷ്യൂ ഫീലിംഗ് ഉണ്ട് കേട്ടോ. ക്രേപ്പിലതേ നല്ല രസമുള്ള സാധനം. അങ്ങനെ നേരിടും അടിക്കില്ല കേട്ടോ. 1099 അല്ലേ ഉള്ളൂ. നല്ല കളർ ചാർട്ടുകൾ. എല്ലാവർക്കും തികയാൻ പാകത്തിന് കളർ കിട്ടിയിട്ടുണ്ട്. 1099 ഉള്ളതാണ്. കേട്ടോ. കേട്ടാണ് വീഡിയോ വല്ല ഇരിപ്പുണ്ടോയെന്ന് ചോദിച്ചതാണ്. ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഇത് കയറ്റണമെങ്കിൽ വീഡിയോ പിടുത്തവും കയറ്റലും ഒക്കെ അപ്പോൾ പെട്ടെന്ന് 1099. എനിക്ക് നല്ല സുഖമില്ല.
വേറെ കഷ്ടപ്പെട്ട വീഡിയോ എടുക്കണം. ഇന്നലെ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്ന് വീഡിയോ പിടിച്ചപ്പോൾ കുഴപ്പമില്ലാതെ, ഇന്നിപ്പോൾ നല്ല പാടാണ്. നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച എൻ്റെ നീർക്കെട്ടിൻ്റെ അസുഖം മാറും കേട്ടോ. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണേ എല്ലാവരും. ഇങ്ങനെ അപ്പോൾ എൻ്റെ അസുഖം മാറുമ്പോൾ ഞാൻ വലിയ സാക്ഷ്യം പറയാവേ, മാറും. ഇപ്പം തന്നെ മാറി. നല്ല ഗ്രീൻ കേട്ടോ. ഈ ഒരു പുതിയ സാരി കേട്ടോ, നമ്മൾ കാണിക്കാത്തൊരു സാരി. നിങ്ങൾ കണ്ടാൽ ഞെട്ടും. നമ്മൾ 12,000 രൂപയുടെ കാഞ്ചീപുരം, 15,000 രൂപയുടെയൊക്കെ കാഞ്ചീപുരം സാരിയുടെ ഫസ്റ്റ് കോപ്പിയാണ്. ദേ ബ്ലൗസ് പീസ് ദേ ഇതാട്ടോ. ഇത് ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ ഈ വില കൂടിയ സാരികളില്ലേ, ഇത് ഉള്ളപ്പടി ഇങ്ങനെ വരുവേ. ഇത് ഇങ്ങനെ പിന്നെ കനേയില്ല കേട്ടോ. കനെന്ന് പറഞ്ഞ സംഭവം ഇല്ല. വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 999 ഉള്ളൂ. ഇതും സാമ്പിൾ വന്നേക്കണേ, അധികമില്ല. അത് കാരണം പെട്ടെന്ന് തീരും. ഭയങ്കര വെറൈറ്റിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ. അടിപൊളി കളേഴ്സും എന്താ ഭംഗിയില്ലേ. എനിക്കിങ്ങനെ ഒരു കാഞ്ചീപുരം ഉണ്ട്, മഞ്ഞയും മജന്തയും. ഈ സെയിം ഇങ്ങനെയൊക്കെ ഡിസൈനൊക്കെ. ഈ ബ്ലൗസ് പീസ് ഇതാട്ടോ. ബനാറസ് ബുട്ടയുണ്ട് ബ്ലൗസിൽ. ഇങ്ങനെ തന്നെയൊക്കെ നമ്മുടെ വില കൂടിയ കാഞ്ചീപുരം സാരിയുടെ ഒക്കെ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ചിലർ ഇങ്ങനെ നെഞ്ചത്ത് കൈവയ്ക്കാറുണ്ടോ തോന്നി. കല്യാണത്തിനൊക്കെ സാരി മേടിച്ചവരൊക്കെ 20,000 30,000 ഒക്കെ കൈ മേടിച്ചവരൊക്കെ ഈ സെയിം കാണുമ്പോൾ ഇങ്ങനെ എൻ്റെ ദൈവം ഇത്രയും വിലക്കുറവാടോ ഇതിനൊക്കെ. 999 ആദ്യമായിട്ടാട്ടോ കാണിക്കണേ. സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇത് 999 ഉള്ളൂ. പല കളർ ചോദിച്ചാൽ ഏതെങ്കിലും കിട്ടുമായിരിക്കും. ബ്ലൗസ് ഇത് അല്ലെങ്കിൽ ചാടി വെബ്സൈറ്റിലെടുത്താൽ ഇഷ്ടമുള്ളത് കിട്ടും. മറ്റേ 4 പേരിരിക്കുക. അപ്പം നിങ്ങൾ വേണ്ടവർ മാത്രം പറയണം. കാരണം എന്നാ വെച്ചാലേ 4 പേരിരുന്നിട്ടേ ഇങ്ങനെ എടുക്കണ പലരും ചോദിച്ചുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ മാറ്റി വെച്ചിട്ട് അവസാനം വേണ്ടാന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിലർ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അങ്ങനെയൊക്കെ പ്രശ്നം വരിക. ചിലർ ഓൺലൈനിൽ കണ്ടു വരുമ്പോഴും ഇങ്ങനെ കൊടുക്കാൻ പറ്റാണ്ട് വരിക. അപ്പോൾ വേണ്ടവർ പെട്ടെന്നൊന്ന് പൈസ ഇടുവാണെങ്കിൽ ഈ വെച്ചോണ്ടിരിക്കുന്ന പിള്ളേരെ ഞങ്ങൾ ചീത്ത പറയും. കണ്ടോ അത് ഇത്ര പേര് ചോദിച്ചെന്നിട്ട് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ കാരണം മിണ്ടും കേട്ടോ. ഞാൻ ഈ സാരിയൊക്കെ നോക്കിയിട്ടോ എല്ലാം തീർന്നോ ആയെന്ന് പറഞ്ഞാൽ ചില ദിവസം ചിലത് പൊങ്ങി വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് കാരണം പെട്ടെന്ന് നീല യെല്ലോ നല്ല ഭയങ്കര രസമുള്ള കോമ്പിനേഷനും ഭയങ്കര വെറൈറ്റിയും ബ്ലൗസ് പീസ്. ഇങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കാണിക്കണേ ഈ സാരി ചൂടപ്പം പോലെ ഇപ്പോൾ വിറ്റഴിയും ചൂടപ്പം പോലെ വന്നതാണ്. അടിപൊളി സംഭവമാണ്. ഈ വിലയ്ക്ക് ഒരു സൂപ്പർ ഹിറ്റ് സംഭവമാണ്. ശരിക്കും നല്ല രസമുണ്ടല്ലേ. ഇത്രയും വിലയല്ലേ ഉള്ളൂ. ഇതാണ് $999 വിലയുള്ളൂ. ഇത് കണ്ടോ, ഇത് അധികം കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് സാമ്പിളാ, കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. കോട്ടയിൽ സിൽക്കി കോട്ടയിൽ ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിനാണ്, പക്ഷെ അരികിൽ ലേസ് ഉണ്ട്. അതേ സിൽക്കി കോട്ടയിൽ ഫുൾ എംബ്രോയ്ഡറി. വലിയ വിലയില്ല, പക്ഷേ 1199. ഇതിനെ ഉള്ളൊക്കെ പ്ലെയിനാണോ? അല്ല, ഉടുക്കുന്നതിടൊക്കെ ഉണ്ടല്ലോ. താഴെ ഭാഗത്തൊക്കെ ഉണ്ട് എംബ്രോയ്ഡറി. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ഉണ്ട്. പക്ഷെ വില ഇങ്ങനെ ഇത്രയും വർക്കുള്ള സാധനത്തിന് 1199 ഉള്ളൂ. ആകെ കുറച്ച് സാമ്പിളേ വന്നിട്ടുള്ളൂ. ബ്ലൗസ് പീസ് ആട്ടോ ഈ പ്ലെയിൻ.
1199 സിൽക്കി കോട്ടയിലാട്ടോ. ഫുള്ളിങ്ങനെ വർക്ക്, നെഴലും അടിക്കില്ല. സൂപ്പർ 1199 സൂപ്പർ സാരി ഈ വിലയ്ക്ക്. കുറച്ചേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് ഞാൻ റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ നമുക്ക് വരും. അപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടും. റീസ്റ്റോക്ക് കൊടുക്കലാണ് ഇപ്പോൾ തൊഴിൽ. സാമ്പിൾ വരുമ്പോൾ ഏതാ കിറ്റാണെന്ന് അറിയാൻ പാടുള്ളൂ. ഇനി അടിപൊളി ഒരു പുതിയ സാരി നമ്മൾ കാണിക്കാത്ത സാരിയാണ്. ഉള്ളു കണ്ടോ, ഉള്ളപ്പടി ഇങ്ങനെ ചുങ്കടി ഡിസൈനുണ്ട്. മുന്താണി ഇങ്ങനെ. ബ്ലൗസ് പീസ് ഈ പിങ്ക് ആകാനാണ് ചാൻസ്. ബ്ലൗസ് ഇത് ഇങ്ങനെ ഒരു വർക്കും ഉണ്ട്. ഇതാണ് ബ്ലൗസ് പീസ്. അടിപൊളി സാരി. വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. എത്ര? 999 ഇതിൻ്റെ വിലയുള്ളൂ. നോക്ക് എന്താ ഭംഗിയാണ്. 999 സൂപ്പർ ഹിറ്റ് അല്ലേ? എന്തോ ഓണായില്ലേ, ഓണസദ്യ പോലെ ആയില്ലേ, ഇഷ്ടം പോലെ. ഇത് തന്നെ ബ്ലൗസ് പീസ് അല്ല, പ്ലെയിൻ അല്ല, ഇങ്ങനെ വർക്കുള്ളത് ഗ്രാൻഡ്. ഇത് ഫങ്ഷന് കൊടുക്കാൻ ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ആകെ വില 999 ഉള്ളൂ. സൂപ്പർ സംഭവം. ഏതെങ്കിലുമൊക്കെ കളർ കിട്ടുമെന്ന് ചോദിക്കാതെ. അടിപൊളി സംഭവമാണ്. ഇതാണ് ബ്ലൗസ് പീസ്. 999 വിലയുള്ളൂ. അടിപൊളി അടിപൊളി. മുന്തിരി കളറ് ബ്ലൗസ്. ഗോൾഡനിൽ ഇങ്ങനെ വർക്ക്, ഇങ്ങനെ വർക്ക്. ഇതാണ് ബ്ലൗസ്. 999 വിലയുള്ളൂ. ഗ്രീൻ. ഇതാണ് ബ്ലൗസ്. അടിപൊളി അടിപൊളി സംഭവമാട്ടോ. നിങ്ങളെ വെക്കേഷന് ഇതിക്കടെ പാസ് ചെയ്യുമ്പോൾ കയറണം കേട്ടോ കടയിൽ. യേശുവേ, ഞാൻ മിണ്ടിയില്ലെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടണം കേട്ടോ. ഒന്നും തോന്നരുത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര പരിചയമാണ്. എന്നെ കുടുംബത്തിലെ പോലെ സ്വീകരിച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ എടുക്കണതും വന്നതും ഒക്കെ. വെച്ചാൽ എനിക്ക് ഫസ്റ്റ് കാണുമ്പോൾ അങ്ങനെ അറിയണില്ലല്ലോ. അപ്പോൾ ഒന്ന് മിണ്ടുമ്പോൾ ഞാൻ മിണ്ടി സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ്. മിണ്ടിത്തെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വാ തുറക്കാൻ സമയം കിട്ടില്ല. ഇനി അടുത്തത് ഒരു വെറൈറ്റി. ഇത് നമ്മൾ ആദ്യമായിട്ട് ക്രോഷ്യോയുടെ ഉള്ളപ്പടി പ്രിൻ്റ്. ബ്ലൗസ് പീസ് എന്ത്? ബ്ലൗസ് പീസ് ഇത് കേട്ടോ. 1299 1299 ആണ്. ഇതിൻ്റെ ഈ വശം ഇവിടെ കാണിക്കാം. പ്രിൻ്റ് ഉള്ളപ്പടി ഇങ്ങനെ പ്രിൻ്റ് ആട്ടോ. 1290 ഉള്ളൂ. ബ്ലൗസ് പീസും ഇത് അടിപൊളിയാണ്. ക്രോഷ്യോയുടെ കോട്ടൺ. ഈ ക്രോഷ്യോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം, കൈകൊണ്ട് തുന്നിയിരിക്കണതാണ്. ഈ സാരിയിലേക്ക് കാണാവുന്ന വർക്കെല്ലാം കൈകൊണ്ട് തുന്നിയേക്കണയാണ്. വെറൈറ്റി നല്ല രസമുള്ള പ്രിൻ്റ് അല്ലേ? ചിലർക്ക് പ്രിൻ്റ് സാരി ഇഷ്ടമല്ലേ? കോട്ടൺ ഇങ്ങനെ അല്ല, ഇങ്ങനെ പ്ലെയിനേക്കാളും അങ്ങനെയുള്ളവർക്കുടെ ആകെ റേറ്റ് 1299 ഉള്ളൂ. ഒരു കാലത്ത് ഫാഷനും പോലെ ബ്ലൗസ് പീസ് ഇത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇത്തവണ എല്ലാവരും ന്യൂ ഇയർ ആഘോഷം ഞായറാഴ്ച വൈകിട്ട്. കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് തലേദിവസമായിരുന്നു പൗലോ കുഞ്ഞിൻ്റെ മാമോദീസ. എൻ്റെ അപ്പ വന്നവർ ക്ഷണിച്ചവരൊക്കെ ഞങ്ങളെ, ഞാൻ പറഞ്ഞ അന്ന് വെക്കേണ്ടത്, ബ്ലോക്കിൽ പെട്ടുപോയി ആൾക്കാർ. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് വന്നിട്ട് 3 മണിക്കൂർ എടുത്തു. ഓരോ ടൗണിൽ ബ്ലോക്ക്. ഡിഗ്രി നല്ല കളറ്. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ ഇറങ്ങൂലേ യേശുപ്പം, ഒന്നും പറയണ്ട. അങ്ങനെ എനിക്കിപ്പോൾ ആഘോഷം ഇങ്ങനെ കുറേ വർത്തമാനം പറയണം. വല്ലയിടത്തും ടൂറ് പോയിട്ട് മുറിയിൽ കയറുന്ന വർത്തമാനം പറയണം. കാഴ്ച കാണാൻ പോക്കില്ല. എവരിപ്പോൾ ബഹളം വയ്ക്കും, ഞങ്ങൾ ടൂർ കൊണ്ടുപോകണം എന്നും പറഞ്ഞു. ഇനി വല്ല തണുപ്പ് ഇങ്ങനെ മേലെ ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേനും വല്ല ഓഫ് സീസണൊക്കെ വരുമ്പോൾ ഇപ്പം സീസണാണല്ലോ,
നാളെ കഴിഞ്ഞ വർഷം ഞങ്ങൾ മൂന്നാറിന് പോയാണ്. മൂന്നാറൊക്കെ നല്ലതാണ്, പിന്നെ തേക്കടിയൊക്കെ ഇങ്ങനെ ടൂർ പോകുമ്പോൾ കാണാനൊക്കെ ആണെങ്കിൽ ഇവിടെ അടുത്ത് ഒരു ദിവസം പോയിട്ടൊക്കെ വരാൻ എളുപ്പമാണ്. ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ മൂന്നാർ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ എങ്ങോട്ടായിരുന്നു പോയത്? വട്ടവടയേ ഉള്ളൂ, അവിടെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചാൽ തേയിലത്തോട്ടം കണ്ട് ചുമ്മാ ഇരിക്കാനിത് വട്ടവട ചെന്ന് ചുമ്മാ ക്യാരറ്റോ ഏതാണ്ടൊക്കെ നട്ടേക്കണത്. ഞാൻ സ്ട്രോബെറി നട്ടത് കണ്ടു ആകെ ദേശപ്പോൾ അതിൻ്റെ ഉള്ളിലത്തൊക്കെ ഇനി പോയാൽ അറിയാൻ പാടില്ല കേട്ടോ, ചിരിക്കാൻ പറ്റൂല. പ്ലാൻ ചെയ്യണം എപ്പോഴും. ടൂറൊക്കെ ഒത്തിരി അലഞ്ഞു കിടക്കണേനല്ലോ, ഉള്ളയിടത്ത് തന്നെ ഇരുന്ന് കണ്ട് കാഴ്ച കാണുകയൊക്കെയാണ് രസം. ഇത് കാണിച്ചാണോ? അപ്പേ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇട്ടിട്ട് പോണതിന് മുമ്പ് ഈ വീഡിയോ അത് ആദ്യം പറയാൻ മറന്നുപോയി. ഷെയർ ചെയ്ത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ആ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്കിട്ടാൽ നമ്മൾ ന്യൂ ഇയർ പ്രസൻറ്റ് 1000 രൂപയുടെ നമ്മുടെ കടയിൽ നിന്ന് നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാം. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണത്, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണത്, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണതിൻ്റെ ഷെയർ ചെയ്തേക്കണേ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഇതുകൂട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വാട്സപ്പിൽ അയച്ചാൽ മതി. അതിൽ നിന്നാണ് ഈ തവണ സെലക്ട് ചെയ്യണം. ഒരു വെറൈറ്റി എന്തെങ്കിലും വേണ്ടേ, അപ്പം നമുക്ക് 1000 രൂപയുടെ എന്തെങ്കിലും എടുത്തോളാൻ പറയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് ഷെയർ ചെയ്യണം. ഞങ്ങളുടെ സമ്മാനം കിട്ടണം. കൂടാതെ യേശുമ്പരാൻ നിങ്ങളെ നിറഞ്ഞ് സമൃദ്ധിയാൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.